ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 2 അപ്ഡേറ്റ്സ് ആയിട്ടാണ് വരവ്. ദളപതി 69 ഗോട്ടുമുണ്ട്. രണ്ടും നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് വരാം. ഇന്നാ പിന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ദളപതി 69 നമുക്ക് പറയാം. ദളപതി 69 നായികയായിട്ട് ഏറ്റവും കൂടുതൽ റൂമർ പോകുന്ന 3 പേരാണ് സമന്ത, മുന്നൂർ ടക്കോർ, കീർത്തി സുരേഷ്. ഇവരാരാകുമെന്ന് വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇടയ്ക്ക് നായികയെ ദളപതി 69 ടീം കൺഫേം ആക്കി എന്നാണ് പറയപ്പെടുന്നത്. 3 പേരിൽ ആരോ ഒരാളെയാണ് കൺഫേം ആക്കിയിട്ടുള്ളത്. അത് 100% ആരാണെന്നുള്ള വിവരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്നതാകും. അതുപോലെ ദളപതി 69 ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് അല്ല എന്നും ഇത് തീർന്നൊക്കെ പോലെയുള്ള ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റ് ഓറിയന്റഡും ചേർന്ന ചിത്രമാകുമെന്നതാണ് പറയപ്പെടുന്നത്. പൊളിറ്റിക്കൽ സബ്ജക്റ്റ് അല്ല എന്ന് തന്നെയാണ് റൂമേഴ്സ് ആനടിച്ച് പറയുന്നത്. എന്തായാലും അതൊരു നല്ലൊരു വാർത്ത തന്നെയാണ്. ഇനി ഗോട്ടിലേക്ക് കടക്കുമ്പോൾ ഗോട്ട് മൂവിയിൽ ശിവകാർത്തികൻ ഉള്ളത് കൺഫേം വിവരമാണ്. പക്ഷേ എന്തിനു വരുന്നു, എങ്ങനെ വരുന്നു എന്നെല്ലാം ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരാഴ്ച ട്രെൻഡായി പോകുന്ന ന്യൂസ് വെങ്കട് പ്രഭു ഗോട്ട് കഴിഞ്ഞാൽ അടുത്ത പടം SK ആയിട്ടാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത്രേ എന്നാണ് ന്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രൊജക്റ്റ് ഈ ഗോട്ട് മൂവിയുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നതാണ് വെങ്കട് പ്രഭുവിൻ്റെ ലക്ഷ്യം അത്രേ. അടുത്ത പടത്തിലെ ക്യാരക്ടറിനെ മുൻപത്തെ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി അത് ഗോട്ട് മൂവിയിലും കൊണ്ടുവരാമെന്നാണ് വെങ്കട് പ്രഭുവിൻ്റെ പ്ലാന്. അതുകൊണ്ടാണ് ശിവകാർത്തികനെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് റൂമേഴ്സൊക്കെ പറയുന്നത്. ഇത് എത്രമാത്രം ശരിയുണ്ട് എന്നൊക്കെ പടം കണ്ടു മനസ്സിലാവുള്ളൂ. കാരണം അങ്ങനെ ഒരുപാട് റൂമേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. നമുക്ക് ഏതാണ് ട്രസ്റ്റ് ചെയ്യാനൊക്കെ പടം വരട്ടെ അറിയാം. അപ്പോൾ ഇത് നല്ല ന്യൂസാണ്, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്നൊക്കെ അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ തട്ടി വിടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ തട്ടി വിട്ടാൽ കൊള്ളായിരുന്നു. ഇന്നാ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.